നിങ്ങളുടെ മോന് ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ. എന്താ ഓനെ എവിടെ വിളിച്ച? എന്താ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. നിങ്ങളുടെ മോനെ വിളിക്ക്. കേറിയിരിക്ക്. ഞാൻ നിങ്ങളുടെ സൽക്കാരം കൂടാൻ വേണ്ടി വന്നതല്ല. നിങ്ങളുടെ മകനെ ആദ്യം അടക്കി ഒതുക്കി വളർത്തണം, അത് പറയാൻ വേണ്ടി വന്നതാ. എന്താ ചൂടാവാള്? എന്താ ചൂടായാല്? എന്താ കാര്യം എന്താന്ന് പറയും? നിങ്ങളുടെ മോനെ എന്റെ പെൺകുട്ടിനെ വിളിക്കുന്നുണ്ട്. ഈ സ്കൂള് പൂട്ടിയ സമയത്തെങ്കിലും ഓനക്കൊന്ന് ഒതുങ്ങിയിരുന്നൂടെ? ആ, ഇന്ന് രാവിലെ ഞാൻ പണിക്ക് പോകാൻ നേരത്തുണ്ട് എന്റെ മോളെ വിളിച്ചിട്ട് ഇപ്പൊ കുറുകണു. അപ്പൊ നിന്റെ മോളും കുറുകണല്ലേ? എന്റെ മോള് കെറുകാന് നിങ്ങളെ മോനെ അങ്ങോട്ട് വിളിച്ച് ഞാൻ ഫോണിലെ ഹിസ്റ്ററി നോക്കുമ്പോ നിങ്ങളുടെ മോനെ അങ്ങോട്ട് വിളിക്കാണ് എന്റെ കുട്ടിനെ. നമ്പർ കൊടുത്തത് ആരാ? മോളല്ലേ? അല്ലല്ലോ. ആരുടെ ഫോണിലേക്കാ വിളിക്കണത്? നിന്റെ ഫോണിലേക്കോ? എന്റെ ഫോണിക്ക്. ഞങ്ങള് ഗ്രൂപ്പിലുണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ നിന്ന് നമ്പർ എടുത്തിട്ടാണ് ഇപ്പൊ വിളിക്കുന്നത്. ഞാൻ എന്റെ മോളോട് ഇന്ന് രാവിലെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അവരുടെ പ്രായപ്പതല്ലേ, അപ്പൊ അവര് വെറുതെ തമാശക്ക് എന്തെങ്കിലും വിളിക്കണതായിരിക്കും. അല്ലാതെ അതിലിപ്പോ എന്തെങ്കിലും അസ്വാഭാവികത കാണാനുള്ള എന്താ? സുധിയേട്ടൻ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ടും നല്ല രീതിയിലായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. ഇല്ല ശാ, ആ ചെക്കനെ കേറി അടിക്കൊക്കെ അറിയാഞ്ഞിട്ടല്ലട്ടാ. എന്താ ഈ പറയണതൊക്കെ? ആ ചെക്കനെ അമ്മാതിരി മെസ്സേജാണ് എന്റെ മോളുടെ ഫോണിലേക്ക് അയച്ചിരിക്കണത്. എന്താണ് മെസ്സേജ്? ചായ കുടിച്ചോ, ചോറ് തിന്നോ, ഞാൻ വന്നോട്ടെ, നമുക്ക് ഒരുമിച്ച് സിനിമക്ക് പോവാ, നമുക്ക് ജംഗ്ഷനിൽ പോവാം, ഐസ്ക്രീം തിന്നാം. ഈ ചെക്കൻ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ നാട്ടിലെ പെൺകുട്ടികളൊക്കെ വളരുക? നിങ്ങളൊന്ന് പറയും. ഇത് പണ്ടത്തെ കാലൊന്നും അല്ലട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. പണ്ടുങ്ങളുടെ പിന്നാലെ നടന്നിട്ട് ഞങ്ങളുടെ കഥകൾ പുറത്തേക്ക് എടുക്കാൻ നിൽക്കണ്ട. ഇക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ ഇതിപ്പോ ഇക്ക് ഇഷ്ടത്തിന്റെ മോളെ കൊണ്ട് നിങ്ങൾ മോനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പരിപാടിയാ? ചെക്കൻ കണ്ടോ കണ്ടോ കണ്ടോ, ഓന്റെ നോട്ടും ചിരിയും കണ്ടോ? മുട്ടയില് വിരിയാത്ത ഈ ചേച്ചീനെ അറിയില്ലേ? അറിയില്ല. ഐഷുവിനെ അറിയോടാ? എടത് ഐഷുവിന്റെ അമ്മയാണ്. നീ ഐഷുവിന് ഫോണിൽ സംസാരിക്കലുണ്ടാ? ചെക്ക ഇത് നുണ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ ഫോണില് മൊത്തം കിടക്കുന്നുണ്ട് ഈ ചെക്കന്റെ കുറെ ലവ്, കുറെ കിസ്. ഇത് എന്തൊക്കെ കാണിക്കണ്ടേ? നുണ പറഞ്ഞാൽ നമുക്ക് അടി കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അവിടെ സത്യം പറഞ്ഞോ? ഈ മെസ്സേജ് അയക്കലുണ്ടാ? ഇന്ന് രാവിലെ വിളിച്ചില്ലടാ? ഉണ്ടോ? പറയടാ. കണ്ടോ 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 കണ്ടോ, ചെക്കന്റെ കള്ളനോട്ടം കണ്ടോ? വിളിക്കലുണ്ടാ? ഇത് ഫ്രണ്ട്സിന്റെ കളിയല്ല, ഇത് ഫ്രണ്ട്സിന്റെ കളിയല്ല. അത് സിനിമയ്ക്ക് പോവാ, ഐസ്ക്രീം കഴിക്കുക, അതിനൊക്കെ ആയടാ. ഈ എങ്ങനെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോവാ? തനിച്ച് സിനിമയ്ക്ക് പോവോ? അച്ഛല്ലാണ്ട് എങ്ങനെ സിനിമയ്ക്ക് പോവാ? നോക്ക് പോവോ? പിന്നെന്താണ് അങ്ങനെ സിനിമയ്ക്ക് പോകാനാ ചോദിച്ചത്? പൊന്നു സുധിയേട്ടൻ, ഞാൻ അങ്ങോട്ട് ഒരു കാര്യം പറയാം. ആ വടേണ്ട് പൊട്ടിയ ചെക്കനെ അരക്കിനൊക്കെ ഇവിടെ 4 കൊടുക്കുക വേണ്ടത്, അല്ലാണ്ട് ഇമ്മാതിരി വർത്താനത്തിന് നിൽക്കല്ല ചെയ്യേണ്ടത്. ഇതിപ്പോ അവരുടെ പ്രായം അതല്ലേ, ചെറിയ കുട്ടികൾ. അവരിങ്ങനെ ഈ ഹോർമോണൊക്കെ വലുതായി വരുന്ന ഒരു സമയല്ലേ. ഞാനൊരു കാര്യം പറയാം. ആകർഷണം പരസ്പരം ഉണ്ടാവാതിരിക്കുവോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ കാലഘട്ടമാണ്. മാത്രല്ല ഈ ചെക്കൻ ആകെ 6-ലെത്തിയിട്ടുള്ളൂ, എന്റെ മോളാണെങ്കിൽ 5-ല്. ഈ കുഞ്ഞ് കുട്ടിയിലല്ല ഈ ചെക്കൻ ഇങ്ങനെ ചെയ്യേണ്ടത്. എടാ, മുട്ടയിന്ന് വിരിഞ്ഞില്ലല്ലോ, അപ്പോഴത്തേനും ഇങ്ങനെയായ എന്താ സ്ഥിതി? ചെക്കന്റെ പല്ല് കണ്ടോ ഇങ്ങനെ നിൽക്കുന്നത്? ആ പല്ല് വെച്ചാണ് എന്റെ കുട്ടിനെ കിസ് അടിക്കാൻ വേണ്ടി വരുന്നത്. ആ ചെക്കൻ പറയുന്നത് കേട്ടോ നിങ്ങള്? കുഴപ്പമുണ്ട്. അതിനൊക്കെ സമയമായിട്ടുണ്ടാ? സുധിയേട്ടൻ, ഞാനൊരു കാര്യം പറഞ്ഞാ, ഇനി എന്റെ ഫോണിലോട്ട് ഈ ചെക്കൻ വിളിക്കോ, എന്റെ വീടിന്റെ ഭാഗത്തേക്ക് ഈ ചെക്കൻ വരുവോ ചെയ്താ പണ്ടത്തെ പോലെ ആവില്ലട്ടാ. പണ്ട് ഞാൻ മിണ്ടാതിരുന്നു, ഇനി ഞാൻ മിണ്ടായിരിക്കില്ല. അവര് പറയുന്നത് കേട്ടില്ലേ? നാണം കെടുത്തല്ലേ? നീ നാട്ടുകാരുടെ അടി വാങ്ങി തരും. ഞാനേ മനുഷ്യൻ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇത് നിന്റെ വിത്താച്ച, ഞാൻ ഇതിനോടൊക്കെ ഇതിനെ ശരിയാക്കിയാനെ. എടാ, നമുക്ക് പ്രേമിക്കാനൊന്നുള്ള സമയമായിട്ടില്ല, അതൊക്കെ കുറച്ച് കഴിയട്ടെ, എന്നിട്ട് തുടങ്ങാം. സുധിയേട്ടാ, ഞാനൊരു ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. ഇനി ഈ ചെക്കൻ എന്റെ വീടിന്റെ ഭാഗത്തേക്കോ എന്റെ മോളുടെ ഫോണിലേക്കോ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താ ഞാൻ അതിന്റെ അച്ഛനെയും കൂടി ഒരു വരവുണ്ട് വരും ഇങ്ങോട്ട്. പണ്ടത്തെ പോലെ ആയിരിക്കില്ല എന്ന് ഓർത്തോളം കൊണ്ടുട്ടാ. ശരി, ഞാനിത് പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ നിക്ക് തോന്നുന്നില്ല. നല്ല അടി കിട്ടാത്ത കേടാ ചെക്കനിക്ക്. ഫോൺ കുട്ടിക്ക് കൊടുക്കാതിരിക്കും. എന്തിനാ ഫോൺ എപ്പോഴും കൊടുക്കണത്? ആര് ഫോൺ കൊടുത്ത്? വീട്ടിൽ പിന്നെ ഫോണുള്ളത് കുട്ടികൾക്ക് യൂസ് ചെയ്യണ്ടേ? നീ എന്റെ ഫോൺ കട്ടെടുത്തിട്ട് വിളിച്ചിട്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത് അല്ലേ? ഇനി ഫോൺ ഇല്ലാട്ടാ. ഇനിയിപ്പൊ അച്ഛൻ ആ നമ്പറിൽ വിളിക്കാൻ നിക്കണ്ട, കാര്യം മുന്നേ കുട്ടി പറഞ്ഞുതരാം. ഒരു തന്തി മോനും കുട്ടീനെ. എടാ, ആൾക്കാർ പറയുന്നത് കേട്ടില്ലേ? നമ്മളെ വീട്ടിലേക്ക് കയറി വന്നിട്ടാണ് അവര് തൊള്ളേ തോന്നിയ സംസാരമൊക്കെ ഉണ്ടായിട്ട് പോയത്. കാണുന്നില്ലേ?
അതിനിപ്പെന്താ? അതിനിപ്പോ എന്താ മൂന്നയ്ക്ക് ഒരു ഇടിയാണ്ട് തന്നാണ്ടല്ലോ. അത് നിനക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ആവട്ടെ. അപ്പൊ അച്ഛൻ പറയും ആയിട്ടില്ല.